ആറ്റുവ കൂട്ടക്കൊലയ്ക്ക് CBIക്ക് കൈമാറുക. മുഖ്യമന്ത്രി രാജിവെക്കുക. പോലീസ് നീതി പാലിക്കുക. 40-40 വർഷമായിടോ ഞാൻ എന്റെ ഈ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചിട്ട്. ഇന്നേ വരെ ഇതുപോലൊരു കാര്യത്തിന് പൊതുജനം കൊടിപിടിച്ച് മുദ്രാവാക്യം വിളിക്കാനോ പ്രകടനം നടത്താനോ ഞാൻ അവസരം ഉണ്ടാക്കിയിട്ടില്ല. എനിക്കുള്ള ആകെ സമ്പാദ്യം എന്റെ പൊതുജീവിതത്തിലെ സംശുദ്ധി മാത്രമാ. അത് കളഞ്ഞു കുളിക്കാൻ ഞാൻ തയ്യാറല്ല. പുറത്ത് ജനങ്ങൾ കാട്ടുന്ന വികാര പ്രകടനങ്ങൾ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ആറ്റുവ കൊലക്കേസ് അന്വേഷണം നിർജ്ജീവമാണെന്ന് ആക്ഷൻ കൗൺസിലുകൾ ആരോപിക്കുന്നതിൽ കാര്യമില്ലേ? ശ്രീ DGP, എന്ത് ഇംപ്രൂവ്മെന്റ് ആണ് ഈ കേസിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്? എനിക്കതറിയണം. സർ, പ്രതി കൊച്ചുകുട്ടൻ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അവൻ കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. അവനെ കൊണ്ട് കൊലപാതകങ്ങൾ ചെയ്യിച്ച പ്രധാന പ്രതി അപ്പുവിനെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് പോലീസിന്റെ കൈപ്പെട്ട അവൻ തന്ത്രപരമായി ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു. അത്ര മിടുക്കന്മാരാ നിങ്ങളുടെ പോലീസുകാരല്ലേ? പോലീസുകാരുടെ കുഴപ്പം മാത്രമല്ല സർ, ആ ക്രിമിനലിനെ സംരക്ഷിച്ചിരിക്കുന്നതും ഒളിപ്പിച്ചിരിക്കുന്നതും പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ചിലർ തന്നെയാണ്. ആരെയാ നിങ്ങൾ ഉദ്ദേശിക്കുന്നേ? കമ്മീഷണർ രാമനാഥൻ. അയാളും അപ്പുമായുള്ള അതിരുകവിഞ്ഞ റിലേഷൻ അങ്ങാടിയിൽ പാട്ടാണ് സർ. ചേരിയിൽ ഒരു അധോലോക സംഘം തന്നെ അയാൾ വളർത്തിയെടുത്തിട്ടുണ്ട്. ഈ കൊലപാതകങ്ങളുടെ സൂത്രധാരനും രാമനാഥനാണെന്ന് കൊച്ചുകുട്ടന്റെ മൊഴിയിൽ സൂചനയുണ്ട്. കേസിന്റെ ചുമതല എനിക്കും DYSP സിദ്ധാർത്ഥനുമാണെങ്കിലും പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന ഒരാൾ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് തുടരുമ്പോൾ എങ്ങനെയാണ് സാർ കേസ് അന്വേഷണം സുഗമമായി നടക്കുക? എന്താണ് ഇതിനൊരു പരിഹാര മാർഗം? കമ്മീഷണർ രാമനാഥനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തണം. കേസ് അന്വേഷണം കഴിയും വരെയെങ്കിലും. ഏതായാലും ഒരു കൊലക്കേസിന്റെ പേരിൽ മന്ത്രിസഭയുടെ പ്രതിച്ഛായ തകരാൻ ഞാൻ അനുവദിക്കില്ല. കേസ് അന്വേഷണം പൂർത്തിയാക്കാൻ അയാളെ സസ്പെൻഡ് ചെയ്തേ തീരുമെങ്കിൽ സസ്പെൻഡ് ചെയ്യണം. ഗുഡ് മോർണിംഗ്. ചെല്ലേ DGP കാത്തിരിക്കുക. തിരിച്ചു വരുമ്പോൾ ആ മുഖം ഒന്ന് കാണേണ്ടത്. അങ്ങനെ നാഴികക്ക് 40 വട്ടം മുഖവും തരവും മാറുന്നവനല്ല രാമനാഥൻ. ഈ തൊപ്പിയങ്ങ് തെറിച്ചു പോയാലും ശരി, എനിക്കിട്ട് പണിയാൻ വരുന്നവനെ നടുറോട്ടി പിടിച്ചു നിർത്തി കരണക്കുറ്റി അടിച്ചു പൊളിക്കാനുള്ള കരുത്തി കൈകൊണ്ട്. കാണോ എനിക്ക്? കാണോ സർ? May I come in, sir? Yes, come in. രാംനാഥൻ ഇരിക്കെ. വേണ്ട സർ. ഇരിക്കടോ. മിസ്റ്റർ രാമനാഥൻ, എങ്ങനെ തന്നോട് പറയണമെന്ന് എനിക്കറിയില്ല. സാറിന് പതിവില്ലാത്ത ടെൻഷനിലാണെന്ന് തോന്നുന്നു. ആറ്റുവ കൊലക്കേസ് ശരിക്കും ഒരു തലവേദനയായി അല്ലേ സർ? ഡെഫിനറ്റ്ലി അതൊരു തലവേദന മാത്രമായിരുന്നു ഇന്നലെ വരെ. ബട്ട് ഇന്നിപ്പോ അതെന്റെ സ്വകാര്യമായൊരു ദുഃഖം കൂടിയാവുകയാണ്. എങ്കിൽ സാറിന്റെ ടെൻഷൻ മാറ്റാനുള്ള ഒരു ഒറ്റമൂലിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കേസിന്റെ അന്വേഷണ ചുമതല എനിക്കല്ലെങ്കിലും കൊലക്കുറ്റ എന്റെ തലയിൽ ചാർത്തിത്തരാനുള്ള ശ്രമങ്ങൾ തകൃതിയായി നടക്കുന്ന സ്ഥിതിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ആവശ്യം എന്റെ ആണല്ലോ സർ. അതുകൊണ്ട് ഒരു കോൺഫിഡൻഷ്യൽ എൻക്വയറി ഞാനും നടത്തി. പോലീസിനെ പേടിച്ച് കൊച്ചുകുട്ടന്റെ കുടുംബം ഒളിവിലാണെന്നാണല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ വ്യാഖ്യാനം. ദാറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ് സർ. കഴിഞ്ഞ ദിവസം കൊച്ചുകുട്ടന്റെ അച്ഛന്റെ പേരിൽ മൂന്നാറിൽ 150 ഏക്കർ എസ്റ്റേറ്റും ഒരു ബംഗ്ലാവും രജിസ്റ്റർ ചെയ്ത ഡോക്യുമെന്റിന്റെ കോപ്പിയാണ് സർ. ചേരിയിലെ അത്താഴപ്പട്ടണിക്കാരായ കൊച്ചുകുട്ടന്റെ കുടുംബം ഒരു പുലർച്ചയ്ക്ക് എങ്ങനെയാണ് സർ കോടീശ്വരന്മാരാവുന്നത്? ദാറ്റ് മീൻസ് കൊലക്കുറ്റം ഏറ്റെടുത്തിന് കൊച്ചുകുട്ടൻ ആരോ കൊടുത്ത പ്രതിഫലമാണ് ആ എസ്റ്റേറ്റ്. അപ്പോ പ്രതി വേറെ ആരോ ആണ്. എനിവേ, കൺഗ്രാറ്റുലേഷൻസ് രാമനാഥൻ. താങ്ക് യു സർ. ബട്ട് ഐ ഹാവ് എ റിക്വസ്റ്റ്. ഡിപ്പാർട്ട്മെന്റിൽ എന്റെ ഗുരുസ്ഥാനത്താണ് ഞാൻ അങ്ങനെ കാണുന്നത്. അതുകൊണ്ട് അപേക്ഷിക്കാൻ ആറ്റുവ കൊലക്കേസിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ചാർജ് എനിക്ക് വിട്ടുതരണം. എന്റെ ജീവൻ വിലകൊടുത്തായാൽ പോലും യഥാർത്ഥ കുറ്റവാളികളെ ഞാൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഇത് രാമനാഥന്റെ വാക്കാണ് സർ. വാക്ക് മാത്രമല്ല സർ, ഒരു വാശി കൂടിയാണ്. ഫോർ ദാറ്റ് യു ഹാവ് ടു കൺവിൻസ് ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് ഗെറ്റ് ദ നെസസറി ഓർഡർ സർ, പ്ലീസ്. താങ്ക് യു സർ. ഓക്കെ.
ഇവര് നമ്മളെക്കാൾ ഒരു മുഴ മുമ്പേ ഏറി തുടങ്ങിയല്ലോ ഗോപകുമാറെ. എന്താടോ തനിക്കിവിടെ കാര്യം? കൊച്ചുകുട്ടനെ ബംഗ്ലാവ് വാങ്ങിയെന്നോ അവന്റെ അച്ഛനും അമ്മയും ഇവിടെയാണ് താമസമെന്നോ ഒക്കെ ഒരു ശ്രുതി പറഞ്ഞിരുന്നല്ലോ. അതേപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ വന്നാ. ഏതോ തന്തയ്ക്ക് പറക്കാത്ത ചുമ്മാ പറഞ്ഞുണ്ടാക്കിയാ സാർ. ഇവിടെ അങ്ങനെ ആരും താമസമില്ല സാറേ. ഇതിനകത്ത് ആടുമില്ല പൂടിയില്ല. 1 വർഷമായി പൂട്ടിക്കെടുക്കുക. ആട്ടെ, ഇതൊക്കെ അന്വേഷിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? ഹാ, എന്ത് ചോദ്യമാ സാറേ ഇത്? മർഡർ കേസിന്റെ അന്വേഷണ ചുമതല അഡീഷണൽ DGPക്ക് എനിക്കും അല്ലേ സാർ? അന്വേഷണ ചുമതല നിങ്ങളുടെ കയ്യിൽ നിന്ന് മാറ്റിയ വിവരം അറിഞ്ഞില്ലല്ലേ? മാറ്റിയോ? ഞാൻ അറിഞ്ഞില്ല. കള്ളം പറയുന്നോ? താൻ അറിഞ്ഞല്ലേ? അറിഞ്ഞു. അപ്പൊ അറിഞ്ഞിട്ടും വന്നത് അന്വേഷിക്കാനല്ല, അന്വേഷണം വഴിമുടക്കാനാണല്ലേ? പത്രോസേ സാർ, അയാളെ കൊണ്ടുവാ. ഇതിവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാ ഗോപിനാഥൻ നായർ. നായരെ, 1 വർഷമായിട്ട് ഈ വീട് പൂട്ടിക്കിടക്കണോ? ഇല്ല സാർ, ഈയിടെയാണ് പ്രായമായ ഒരു തന്തയും തള്ളയും 4 പെൺമക്കളും കൂടി ഇവിടെ താമസത്തിന് വന്നത്. ദാ അവരിവിടെ തന്നെ താഴെ ഒരു 150 ഏക്കർ എസ്റ്റേറ്റ് മേടിച്ചു. എന്നിട്ട് അവരെവിടെ? ഇന്ന് രാവിലെ ജീപ്പിലും ലോറിയിലുമായി വന്നവർ അവരെ കൂട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ട്? അതെനിക്കറിയില്ല സാർ. എങ്ങോട്ടാടോ അവരെ കൂട്ടിക്കൊണ്ട് പോയത്? ഞങ്ങൾക്കറിയില്ല. എനിക്കറിയില്ല. പൊന്നം പരസ്യമായി ഇവിടെ വെച്ചിട്ട് തന്നെ കൊണ്ട് എനിക്ക് സത്യം പറയിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ പോലീസിന്റെ കുപ്പായിട്ടുണ്ടാണല്ലോ എഴുന്നള്ളിരിക്കുന്നത്. എവിടെ വീടിന്റെ താക്കോല്? എനിക്കറിയില്ല. അറിയില്ലേ? പിന്നെ ഇതെന്താടോ കോപ്പേ? ഗോപകുമാർ സാർ, ഓപ്പൺ ദി ഡോർ. യെസ് സാർ. തന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടോ. തെരുവിൽ എച്ചിലിനൊക്കെ ജീവിക്കുന്ന കൊടിച്ചിപ്പട്ടികൾക്ക് തന്നെ കളക്കാൻ അന്തസ്സുണ്ട്. ഏതായാലും തന്നെ ഏമാനൊന്ന് പോയി പറഞ്ഞേക്ക്, കൊച്ചുകൂട്ടന്റെ അച്ഛനെ അമ്മയും മാറ്റി പാർപ്പിച്ചുകൊണ്ടൊന്നും ഈ കേസിൽ പ്രതി രക്ഷപ്പെടില്ലെന്ന്. അവൻ ലോക്കപ്പിൽ കിടന്ന് തൊലഞ്ഞതിന് താനെന്തിനാ എന്റെ മുഖത്ത് കയറി നിരങ്ങാൻ വരുന്നത്? പ്രതികൾ ലോക്കപ്പിൽ കിടന്ന് കഴിവേറുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. കഴിവേറിയതല്ല സാർ, കഴിവേറ്റിയതാണ്. കൊച്ചുകുട്ടനെ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതിന് ഞാനെന്താ വേണോടോ? കൊലപാതകമാണെങ്കിൽ ജയിലിൽ പാറാവ് നിന്നവന്റെ മേക്കിട്ട് കയറ്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ശരിയാണ് സാർ, പക്ഷേ പാറാവ് നിന്ന ഉദ്യോഗസ്ഥൻ ഒടുവിലാണ്. വാർഡനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അയാൾക്ക് ഇതേപ്പറ്റി ഒരു ചുക്കും അറിയില്ല. പിന്നെ ഇതിന്റെ പേരിൽ ചോദ്യം ചെയ്തിട്ട് അത്താഴപ്പട്ടിണിക്കാരായ കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യാവുന്നല്ലാതെ കൊലപാതകത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ അവർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്ര തന്ത്രപരവും ആസൂത്രിതമായ ഒരു കൊലപാതകത്തിന് പിന്നിൽ ബുദ്ധിമാനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തലമണ്ട ഒളിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശരിയല്ലേ സർ? ഇനി അതും ഞാൻ തന്നെയാണെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? സോറി മിസ്റ്റർ ഗോമസ് അലക്സാണ്ടർ, ഇക്കാര്യത്തിൽ എനിക്ക് താങ്കളെ സംശയമുണ്ട്. നിർത്തണോ റാസ്കൽ? നിർത്താവിടോ. പ്രതി കൊച്ചൂടന്റെ അച്ഛന്റെ പേരിൽ വാങ്ങിയ ബംഗ്ലാവിൽ ഞാൻ എത്തും മുമ്പ് DYSP സിദ്ധാർത്ഥനെയും സർക്കിൾ ഇൻസ്പെക്ടർ രാജനെയും അയച്ച് അവരവിടെ നിന്ന് മാറ്റിയതാണല്ലേ? നോൺസെൻസ്. തന്റെ കൂടി ചമ്മടത്തിൽ ആര് പറഞ്ഞു? തന്റെ എത്തിൽ നിന്ന് കൊടുത്ത ആ വാലാട്ടിപ്പട്ടികൾ തന്നെ ഇനി നിഷേധിക്കാവോ? ചെറ്റത്തരം പറയുന്നോ? കേസ് അന്വേഷണത്തിന് ചുമതല കൈ കിട്ടിയെന്ന് വിചാരിച്ച് ആരോട് എന്തും പറയാമെന്ന് എന്തും ചെയ്യാമെന്നും കരുതരുത്. മുഖ്യമന്ത്രിയുടെ മോടെ ശീലയെ അടിപ്പാവടെ അലക്കി തേച്ച് കൊടുത്തതിന്റെ മിടുക്ക് മേലുദ്യോഗസ്ഥന്മാരുടെ പുറത്ത് കുതിര കയറാനുള്ള ലൈസൻസ് ആക്കി മാറ്റരുത്. സൂക്ഷിച്ച് സംസാരിക്കണം. മേലാഫീസറാണെന്നും ഞാൻ നോക്കുകയില്ല. കണ്ട ചീഞ്ഞ രാഷ്ട്രീയക്കാരുടെ വേണ്ടാത്തരം നാക്കി കൊടുത്ത് തേഞ്ഞുപോയ തന്റെ ഈ നാക്കുണ്ടല്ലോ, അത് പൊറിച്ചെടുത്ത് സ്റ്റഫ് ചെയ്ത് ഞാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഫ്രെയിം ചെയ്ത് വെക്കും. മേലാളന്മാരുടെ മൂട് താങ്ങിയും അവരുടെ അച്ചിമാരുടെ താറ് താങ്ങിയും താൻ നേടിയ സ്റ്റാർസ് ഉണ്ടല്ലോ, ഇത് നാളെ പരസ്യമായിട്ട് പബ്ലിക് റോഡിലിട്ട് ജനം ചവിട്ടും. അതിനൊന്നും ഇനി കാലതാമസമില്ലടോ. പോകാവിടോ, പോകാൻ തന്നെ വന്നത്. പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും. അന്ന് എന്റെ കയ്യിൽ തന്നെ പൂട്ടാനുള്ള വിലങ്ങ് ഉണ്ടായിരിക്കും.
പത്രോസേ ലൈറ്റ് ഉണ്ടേ കത്തി. ഇതാരോ ഡിജിറ്റൽ ഡയറിയാണ്. ഡീകോഡ് ഇറ്റ് ആൻഡ് ഡൗൺലോഡ് ദ ഡീറ്റെയിൽസ്.